ഹലോ ഗൈസ്, വെൽക്കം ടു HB Reacts. അങ്ങനെ കുറേ നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളെന്നിട്ട് ഒരുപാടായി ശരിക്കും പറഞ്ഞാൽ. ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് തന്നെ ഒരു ടൈം കിട്ടിയ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പാട്രിയോട്ടിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ചെയ്യാം അല്ലേ? അതിന് ശേഷം ബാക്കി സംസാരിക്കാം. ഇതൊരു തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ. என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர் அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது உங்களுக்கு நியாயமா தோணுதா? The next revolutionary service from Shakti Solutions. Samaj Seva, the social evaluator. വ്ലോഗ് നമ്പർ 112. വിമതനാണ്. നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. I don't know what is happening with my phone. പെരിസ്കോപ്പ് ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ടോ? പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. Listen, Mike. She has some sensitive information from your computer. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവള് ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്നാ പോലീസ് പറയുന്നു. Is that similar to Periscope? Issue a lookout notice for Dr. Daniel James. I think my phone has been compromised. He's turned out to be a traitor. So the passenger has taken the opposite exit and he is going to the next terminal. How's that possible? Daniel ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. Daniel has sub എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, അതിൽ play the video, each and everything. എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. Someone is helping him. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. Keep it low. I need redemption. നമ്മൾ ഒരുമിച്ചല്ലടാ എല്ലാം തുടങ്ങിയത്. Do we have a deal? He's a fucking trained bastard. ಸರ್, ನೀವು ಟೆರರಿಸ್ಟಾ ಪೊಲೀಸಾ? Patriot. അപ്പം മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോവൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, പിന്നെ ദർശന, അങ്ങനെ വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് പടത്തിന്. പിന്നെ ഡയറക്ടർ മഹേഷ് നാരായണൻ, മ്യൂസിക് സുഷിൻ ശ്യാം. വൻ പരിപാടിയിലൊരു പടം തന്നെ അനൗൺസ് ചെയ്തപ്പോൾ ഇതിൽ നല്ല പ്രതീക്ഷയോടെ തന്നെയായിരുന്നു. പിന്നെ ടീസർ ഇറങ്ങി. ടീസർ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ വിചാരിച്ചത്ര ഹൈപ്പൊന്നും കയറിയില്ല. അപ്പോഴേക്കും ട്രെയിലർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു അനൗൺസ് ചെയ്തപ്പോൾ അതിൽ. ട്രെയിലർ പക്ഷെ നല്ല ഹൈപ്പിനൊത്ത സംഭവം തന്നെയാണ്. നല്ല കിടിലം മേക്കിങ്ങും നല്ല പരിപാടിയാണ് പിടിച്ചേക്കണേന്ന് തോന്നുന്നു. ഒരു സ്പൈ ത്രില്ലർ. ഇനിയിപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ അറിയാം. എന്തായാലും ആദ്യം ഏപ്രിൽ 23 എന്തോ ഡേറ്റ് വെച്ചത്, പിന്നെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ May 1 ഇപ്പോൾ റിലീസ് വെച്ചേക്കുന്നത്. എന്തായാലും ഭയങ്കര പ്രതീക്ഷയാണ് അല്ലേ? ഒരു മൾട്ടി സ്റ്റാർ മൂവി, മമ്മൂട്ടി മോഹൻലാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നത്
എല്ലാം കൊണ്ടും ഭയങ്കര പ്രതീക്ഷ തന്നെയാണ് മൂവിക്ക്. അതെ. പിന്നെ ട്രെയിലർ ലോഞ്ചാണ് ഈ വ്യത്യസ്തമായിട്ടൊരു പരിപാടി പിടിച്ചേക്കുന്നത്. തിയേറ്ററിൽ ട്രെയിലർ ലോഞ്ച്, തൃശ്ശൂർ രാഗത്തിൽ മമ്മൂട്ടി പോയിട്ട് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നു. അതേ സെയിം ടൈമിൽ എറണാകുളം കവിതാ തിയേറ്ററിൽ മോഹൻലാൽ വന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഇനി ആയിരിക്കും പ്രൊമോഷൻ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകണം എല്ലാവരും. ചിലപ്പോൾ എല്ലാ സ്റ്റാർസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ കുഞ്ചാക്കോബൻ, ഫഹദ് എല്ലാവരും ഒരുമിച്ച് പോണ ഒരു വീഡിയോ ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ചിലപ്പോൾ അതിൽ പ്രൊമോഷൻ പരിപാടിക്കൊക്കെ ഇറങ്ങിയതായിരിക്കും. നല്ല ബഡ്ജറ്റിൽ തന്നെ പടം തന്നെയാണ് അല്ലേ? ഫൈറ്റും കുറെ മറ്റേ ആക്ഷൻ സീനില്ല, അത് പൊളിക്കുന്നുണ്ട്. കാറിൽ കുഞ്ചാക്കോവും വണ്ടി ഓടിക്കണ്, പിന്നെ മുകളിലെ ഗ്ലാസ് തുറന്ന് മോഹൻലാൽ ഷൂട്ട്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ മമ്മൂട്ടി ഷൂട്ട് ചെയ്യണം. ചേസിങ് ചെയ്തുള്ള സീക്വൻസ് ആണ് അത്. തിയേറ്ററിൽ നല്ല തീ കത്തുന്നു തന്നെ തോന്നുന്നു അല്ലേ? പിന്നെ ഫഹദ് ഓൾറെഡി വില്ലനാണെന്ന് നേരത്തെ തന്നെ ഒരു പരിപാടിയിൽ പറയുകയും ചെയ്തു. അപ്പൊ നല്ല രസമായിരിക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനെതിരെ ഫഹദ് നിൽക്കുന്ന, അതും ആ കോമ്പിനേഷനൊക്കെ അടിപൊളിയായിരിക്കും പടം തന്നെയാണ് മെയിൻ പ്രതീക്ഷകൾ അല്ലേ? പിന്നെ ഹൈപ്പിന് കയറി വരുമ്പോൾ എന്തായാലും എമ്പുരാൻ്റെ ഫസ്റ്റ് ഡേ റെക്കോർഡൊക്കെ ചിലപ്പോൾ പൊട്ടിക്കായിരിക്കും. എമ്പുരാൻ്റെ ഫസ്റ്റ് ഡേ 68 കോടി എന്തോ ഓപ്പണിംഗ് ഡേ കളക്ഷൻ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പൊട്ടിക്കുമായിരിക്കും. നല്ല ചിലപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല കളക്ഷനും വരും, ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാം കൊണ്ട് കാത്തിരുന്ന് കാണാം അല്ലേ? പിന്നെ മോൻ്റെ അഭിപ്രായം എന്തൊക്കെ? മെയ് 1 വെക്കേഷൻ തന്നെയാണ്. പിന്നെന്താ കൂടുതൽ പറയാനുള്ളത്? സുഷിൻ ശ്യാമല്ലേ ട്രെയിലറിൽ കൊള്ളാറുന്നല്ലേ? ഇത് നേരത്തെ പറഞ്ഞല്ലേ, വേറെ എന്തെങ്കിലും പുതിയത് പറയാനുണ്ടോന്ന് ചോദിച്ചു. ബിജിഎമ്മിന്റെ കാര്യം പറഞ്ഞില്ല. അല്ല, ബിജിഎമ്മും എല്ലാം സുഷിൻ ശ്യാമല്ല ചെയ്യാറ്, മ്യൂസിക്കിന്റെ ഒപ്പം തന്നെ. അല്ലാണ്ട് എനിക്ക് പുതിയത് എന്തെങ്കിലും നോട്ടീസ് ചെയ്ത കാര്യങ്ങള് ഫാസിലിന്റെ ഒരു സ്ഥിരം ഒരു സാധനമായിട്ട് തോന്നി. കാരണം മറ്റേ ഒച്ചപ്പാടെടുക്കലും ട്രെയിലറിൽ കണ്ട സീൻ വെച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നത് ഒരു റിപ്പീറ്റേഷൻ പോലെ തോന്നിയായിരുന്നു. സിനിമയിൽ ചിലപ്പോ ഇത് ഉണ്ടാവുമായിരിക്കും പുതിയ ടൈപ്പ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി പടം വരുമ്പോ പിന്നെ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ് വരുമ്പോ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും മെയിൻ ഹീറോ മമ്മൂട്ടി തന്നെയാന്ന് തോന്നുന്നു അല്ലെ? മോഹൻലാൽ എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ അല്ലേ? ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിരുന്നല്ലേ മമ്മൂട്ടിന്റെ വയ്യാണ്ടായപ്പോ, ആ ഷൂട്ട് കുറച്ച് നീണ്ടുപോയി. മോഹൻലാലിന് കൂടുതൽ അല്ല, അത് ചിലപ്പോ കുറച്ച് സീൻസ് കയറ്റിയതായിരിക്കുള്ളൂ. അത് റൂമറായിട്ട് കേട്ടുന്നുള്ളൂ. അതിനെ കുറിച്ച് കൂടുതൽ ശരിയാണോ തെറ്റാണോ അറിയില്ല. അത് പക്ഷെ മമ്മൂട്ടി വന്നതിന് ശേഷം പിന്നെ ഷൂട്ടിംഗ് കൂടെ ഉണ്ടായിരുന്നല്ലോ, ബാക്കി ഷൂട്ട് ചെയ്തായിരിക്കും. അപ്പൊ നമുക്കൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.